ക്രിസ്മസ് എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രീ ആയിരിക്കണം ഇപ്പോഴാണ്. അപ്പോൾ ഇന്ന് പറയുന്ന ഒരു ആഫ്റ്റർ സ്കൂളാണ്. വേഗം കുളിച്ചു. ഇതെന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയൊരു ഹെയർ ബാൻഡാണ്. നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു ക്രോഷേ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഡബിൾ സ്റ്റിച്ചാണ്. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് വേണം എന്നുള്ളവർ പറഞ്ഞാൽ മതി, ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് തന്ന ഗിഫ്റ്റാണ്. ഞാൻ ഓൾറെഡി അത് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ എന്തൊക്കെയുള്ളതെന്നൊക്കെ എനിക്ക് അറിയാം. ഫസ്റ്റ് തന്നെ ഒരു സ്റ്റിക്കി നോട്ടാണ്. സോ ആളുടെ ഇത് ഗിഫ്റ്റ് ചെയ്ത് തന്നിട്ടുള്ള ആളുടെ നെയിം ഹാദി എന്നാണ്. അവളുടെ പാക്കേജ് ഇങ്ങനെയൊന്നുമല്ല, നല്ല വൃത്തിക്ക് പാക്കേജ് ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. ഞാൻ അൺബോക്സ് ചെയ്തിട്ടാണ് ആ പാക്കേജ് ഇങ്ങനെ ആയത്. പിന്നെ സ്റ്റിക്കർ, എനിക്ക് സ്റ്റിക്കർ എത്ര കിട്ടിയാലും മതിയാവില്ല എന്ന് പറഞ്ഞാണ് ഒരു ഷീറ്റ് സ്റ്റിക്കർ ഉണ്ടായിരുന്നു. പിന്നെ 2 ക്യാൻഡീസ് ഉണ്ടായിരുന്നു. സോ ഞാൻ ആ ക്യാൻഡി ഒന്ന് തന്നിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ ക്രോഷേ ചെയ്യുന്നത് അവൾ കണ്ടിട്ടുണ്ട്, കൊണ്ട് ക്രോഷേൻ്റെ ത്രെഡും തന്നിട്ടുണ്ട്. പിന്നെ ഒരു ക്യൂട്ട് വെരി വെരി ക്യൂട്ട് ഗേളിനെ തന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്താണ്, എൻ്റെ ഫേവറേറ്റ് സംഭവമാണ് ഗായ്സ്. ഇതെങ്ങനെയാണ് നല്ല ക്യൂട്ട്. എൻ്റെ ഒരു എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം എനിക്കിഷ്ടമായി. സത്യം ഇത് അവൾ ഗിഫ്റ്റ് ചെയ്തതാണോ എന്ന് തന്നെ എനിക്കിതിനെ അറിയില്ലായിരുന്നു. പിന്നെ ഒരു ക്യൂട്ട് ഇതുണ്ടായിരുന്നു, കവളി സ്റ്റിക്കർ. പിന്നെ ഒരു ഫിഷ് ഉണ്ടായിരുന്നു. നല്ലൊരു ഗിഫ്റ്റായിരുന്നു. പിന്നെ ഇതാ ഒരു വിൻറ്റേജ് ലുക്കിലുള്ളൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, ഒരു ബ്രൗൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ആളുടെ ഗിഫ്റ്റ്. ഈ ലെറ്റർ ഞാൻ വായിച്ച് നോക്കിയിട്ടില്ലായിരുന്നു. പിന്നെ ലാസ്റ്റായിട്ട് ഒരു പേർപ്പിൾ എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. ഇതാണ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ലെറ്റർ ഇപ്പോൾ വായിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ദിസ് വാസ് ഹെർ ലെറ്റർ. ലെറ്ററിൻ്റെ ഉള്ളിൽ ലെറ്റർ വാസ് എ സീക്രട്ട്, ബട്ട് ഐ സേ ഫസ്റ്റ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം നിങ്ങൾക്ക്. എന്താണ് അവൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഇപ്പുറത്തെ ആൻസർ ഇതുണ്ട്. ഇപ്പോൾ സ്കൂളൊക്കെ വിട്ടെന്ന് ക്രിസ്മസ് എക്സാമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. എനിക്കിപ്പോൾ ആൻസർ ചെയ്തൊരു മൂടില്ല. ഞാൻ പിന്നേക്കൊക്കെ കുറേ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇഷ്ടം പോലെ ചെയ്യാനുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ലീവൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡേ മൈ ലീവൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ, സോ ഐ എം സോ ലക്കി എന്നൊക്കെയാണെന്ന് എൻ്റെ സോ ലക്കി തന്നെയാണ്. പിന്നെ സ്കിൻ കെയർ. ഈ ഒരു സ്കിൻ കെയർ ഞാൻ എപ്പോഴും ഇതാക്കുന്ന ഒരു സംഭവമാണ്, സ്കിപ്പ് ചെയ്യുന്ന സംഭവമാണ്. സോ ഗായ്സ്, എൻ്റെ സ്കിൻ കെയർ ബോക്സിൽ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ ചിലത് മാത്രമേ കാണിക്കുന്നുള്ളൂ, കാരണം അതൊക്കെ എന്തൊക്കെയോ മനസ്സിലായില്ല. എന്തൊക്കെയോ അങ്ങനെ. പിന്നെ ഇത് ഞാൻ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഓക്കെ, ഈ ഒരു ഹാൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞാൽ യൂസിങ്ങിന് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. റിസൾട്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ റിസൾട്ട് ഉണ്ട്. സോ നമുക്ക് എന്തുണ്ടെങ്കിലും ഞാൻ അതായി ഉപയോഗിക്കുള്ളൂ. ഒരു വലിയൊരു ബോട്ടിൽ ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയൊരു ബോട്ടിൽ. എന്നിട്ട് അതിൽ ഇങ്ങനെ ഒരു കുഞ്ഞു കുപ്പിയിൽ അതാക്കി വെക്കും. എന്നിട്ട് അത് കഴിഞ്ഞാൽ വലിയ ബോട്ടിൽ നിന്ന് എടുക്കും, പിന്നെ കുഞ്ഞു കുപ്പിയിലാക്കി വെക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് എൻ്റെ ഡെയിലി ആഫ്റ്റർ സ്കൂൾ റൂട്ടീൻ എന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഇന്ന് ക്രിസ്മസ് സ്കൂൾ പൂട്ടിയത് കാരണമാണ് ഇങ്ങനെ ആയത്. അല്ലെങ്കിൽ ഞാൻ ആഫ്റ്റർ സ്കൂൾ ബാത്തൊക്കെ ചെയ്ത് ഒരു റിഫ്രഷായി നല്ല റീഫ്രഷ് ഉള്ളത് ഞാൻ ഫ്രഷപ്പാവും. പിന്നെ ഞാൻ ചെയ്യാറ് ടൈം ടേബിൾ നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ ഫുഡ് എന്തെങ്കിലും കഴിക്കും, പിന്നെ ഹോംവർക്ക് ചെയ്യും. അങ്ങനെയൊക്കെയാണ് എൻ്റെ സാധാരണ ഡേ പോലെ. ഇന്നിപ്പോൾ എന്താ അതിൻ്റെ ഒരു മൂഡും ഇല്ല, മനുഷ്യ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്, അതുപോലെ പറയാം. പിന്നെ എൻ്റെ സ്കിൻ കെയർ, ഈ ഒരു സ്കിൻ കെയർ ഞാൻ പറഞ്ഞില്ലേ വലിയൊരു ബോട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്, അതാണിത്. പിന്നെ നമ്മുടെ വീട്ടിലിപ്പോൾ ഹവ വരുമ്പോൾ നമുക്ക് കുറേ വീഡിയോസും ഒക്കെ അടിച്ചു വിളിക്കാം. പക്ഷെ ഒരു പ്രശ്നം എന്താ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു ലീവ് കഴിഞ്ഞാൽ ഇനി അടുത്ത എക്സാം വരുമോ? ജാനുവരിത്തെ എക്സാം വരും. പിന്നെ ദിസ് വാസ് മൈ സ്റ്റിക്കർ ബുക്ക്. മിനി സ്റ്റിക്കേഴ്സ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അവൾ തന്ന സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ അതിൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു മുട്ടായി തിന്നാൽ എന്തൊക്കെ ഒരു തോന്നൽ അപ്പോഴൊന്നും
ലവ് ഷേപ്പ് ഇത് ഞാൻ ഓൾറെഡി തിന്നിട്ടുണ്ട്. പിന്നെ ക്രോഷ ചെയ്യാനുള്ള ഒരു മൂഡിലായിരുന്നു. ഇട്ടത് കുറച്ച് മാറിപ്പോയില്ലേ. പിന്നെ അവൾക്ക് കഴിഞ്ഞ് കുറച്ച് താഴത്ത് പോയി, കുറച്ചല്ല താഴത്ത് പോയി ബിസ്ക്കറ്റ്. അത് കഴിഞ്ഞ് നല്ല ഉച്ച. പിന്നെ പറയാൻ വന്ന് ഉച്ചക്കായിരുന്നു സ്കൂൾ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്നും യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഈ ഒരു ജേണൽ ആപ്പ്. ഞാൻ ആകെ ഒരു ജേണൽ ചെയ്തിട്ടുള്ളൂ. പ്ലാനർ 1 ആണ് ആദ്യം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പ്ലാനർ 2 ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ കുറച്ച് ലവൊക്കെ ഇമോജിയൊക്കെ ഇട്ടിട്ട് നല്ല പൊളിച്ചിട്ടുണ്ട്. പിന്നെ പേജ് ഏതൊക്കെ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അതിനെ മതി. ഈ ഒരു ഡോട്ട് പേജ് നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ ഞാൻ ഡോട്ട് പേജ് നോക്കി ഒന്നും വരുന്നില്ല. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ആയിക്കോട്ടെ. ക്രിയേറ്റ് ന്യൂ പേജ് എന്നാണ്ട് നോക്കി. സോ കേറ്റിക്കോളിയും നല്ലതാണ് എനിക്ക് പറയാനുള്ളത്. കുറേ ടു ഡു ലിസ്റ്റിൻ്റെ ഐറ്റമൊക്കെ ഉണ്ട്. ഫ്രീ എന്നുള്ളിടത്ത് മാത്രം നിൽക്കിയാൽ മതി. എല്ലായിടത്തും പ്രോ ആയൊക്കെ നിൽക്കാം. മനസ്സിലായില്ല. അപ്പോൾ ഇതാണ് നല്ല ഓക്കെ, ഇതാണ് നമ്മുടെ പേജ്. പിന്നെ ഇതിൽ നമുക്ക് എങ്ങനെ എഴുതുക എന്ന് വെച്ചാൽ നമ്മുടെ ആ ടെസ്റ്റിൻ്റെ ടീ ഒന്ന് നോക്കിയിട്ട് നമുക്ക് എവിടെയാണെന്ന് നോക്കുന്നുണ്ട്, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുക. എന്നിട്ട് ഇതേപോലെ ഞാൻ നോക്കി കൂട്ടുണ്ട് നിൽക്കുക. എങ്ങനെയെങ്കിലുമൊക്കെ നിൽക്കുക, എങ്ങനെയെങ്കിലും ഒരു സ്ഥലത്താണ് നിൽക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എഴുതാമല്ലോ കണ്ടെങ്കിൽ എഴുതുക. എനിക്ക് അപ്പോൾ ആ സ്റ്റിക്കർ ഉണ്ടല്ലോ, ആ സ്റ്റിക്കർ ഒന്ന് മാറ്റണം. എൻ്റെ വിചാരം ഇതൊന്നും നീക്കാൻ പറ്റൂലെന്നാണ്. അപ്പം ഞാനിങ്ങനെ കുറേ അന്തം വിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാനൊന്ന് ചെയ്ത് നോക്കി. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി. പിന്നെ എൻ്റെ ആ ഒരു അവിടെ എങ്ങനെയാണ് അന്നത്തെ മുഖം, അന്ന് ഹാപ്പിയാണോ സാഡാണോ എന്നുള്ളതൊക്കെയാണ്. പിന്നെ ഞാനപ്പോൾ കണ്ടു ഇങ്ങനെ നീക്കാനും വലുതാക്കാനും ചെറുതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ റെഡി. പക്ഷെ ഞാൻ വെച്ചിട്ട് കറക്റ്റ് ആക്കണില്ല. ലാസ്റ്റ് എനിക്ക് പ്രാന്തോട്ടായിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കണ്ടിട്ടില്ല. ഇനി കണ്ടാൽ നിങ്ങൾക്ക് തന്നെ പ്രാന്ത് കൊടുക്കും, അല്ലെങ്കിൽ തന്നെ എനിക്ക് പ്രാന്ത് പിടിച്ചിട്ട് വയ്യ. പിന്നെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പോകണം. എനിക്കെന്താ അറിയില്ല, ക്രിസ്മസ് പൂട്ടായതുകൊണ്ട് നല്ലൊരു ഹാപ്പിനെസ് ഉണ്ട്. ബട്ട് എനിക്ക് കുറച്ച് ദിവസം ലീവ് ഉണ്ടാവുള്ളൂ. ഞാൻ ഇസ്ലാമിക് സ്കൂളായതുകൊണ്ട്. പിന്നെ ഡേറ്റിൻ്റെ അവിടെ 23, 12, 25 അങ്ങനെ തന്നെ എഴുതിയിരുന്നു തോന്നണം. എനിക്കെന്നെ അറിയില്ല ഞാൻ എന്താ എഴുതിയിരിക്കണമെന്ന്. ഐ ഫോർഗെറ്റ് ദാറ്റ്. ഞാൻ മറന്നു പോയി. യെസ്, 23 I wrote 23. Yes, I know it. I know. I didn't forget. ഇതുപോലെയൊക്കെ എന്തെങ്കിലും പറയും. പിന്നെ കളർ ചേഞ്ച്. ഞാൻ ഗ്രീനാണ് മൊത്തം. ഒരു എസ്തറ്റിക്. ആദ്യം ഒരു ക്യൂട്ടസ്റ്റ് ആയിരുന്നു ഞാൻ. പിന്നെ ഒരു എസ്തറ്റിക് നമുക്ക് മാറി. എന്നാലും നമ്മുടെ ക്യൂട്ടും എസ്തറ്റിക്കും വിട്ടിട്ടുള്ള ഒരു കളിയുമില്ല. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ പോവുക. പറഞ്ഞാൽ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് എൻ്റെ ഒരു ജേർണലിംഗ് ആണ്. ഞാൻ നേരത്തെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൻ്റെ പേര് ജേർണൽ എന്ന് വെറും അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ബ്ലാക്ക് പിങ്കിന് പോലെ അങ്ങനെ എന്തെങ്കിലും കിട്ടും. പിന്നെ എൻ്റെ ടാബിലത്തെ ചാർജ് നോക്കണ്ട, ഞാൻ എത്രയും കാണും. പക്ഷേ പിന്നെ കുറച്ച് നേരം പിൻട്രസ്റ്റിൽ ഇന്ന് ഞാൻ ഈ ഒരു ആഫ്റ്റർ സ്കൂളില്ലേ, അപ്പോൾ പിൻട്രസ്റ്റിൽ കോളാജ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഈ കോളാജ് ചെയ്യൽ ഞാൻ യൂട്യൂബിൽ ഷോർട്സിൽ വിട്ടിട്ടുണ്ട്. ദിസ് വാസ് മൈ പിൻട്രസ്റ്റ് ഹോം. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഈവനിങ് ആയപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കുറച്ച് എടുത്തിട്ടുള്ളൂ ഗെറ്റ് റെഡി വിത്ത് മീയിൽ. സോ ഞാൻ എൻ്റെ പാൻറ്റൊക്കെ മാറ്റി എനിക്ക് ഒരു സ്ഥലത്തൊക്കെ പോകണം. സോ ദിസ് വാസ് ഞാനൊരു കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ളൂ. അത് മൂത്തറുണ്ട്. എന്ത് സാധനം വെച്ചാൽ ഈവനിങ്ങിൽ എനിക്ക് തിന്നാം. അപ്പോൾ ഞാൻ പറഞ്ഞ് എല്ലാവർക്കും മേടിച്ചു. അപ്പോൾ പിന്നെ എല്ലാവർക്കും മേടിച്ചു. ഇപ്പം എന്താണെന്ന് കണ്ടപ്പോൾ മനസ്സിലായ. അപ്പോൾ ചിലർ വിചാരിക്കും ഷവർമ്മയാണ്. മനസ്സിലായില്ല. സാൻഡ്വിച്ചാണ്, നല്ല രസമുണ്ടായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ. ബൈ.